വരുൺ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് ചേരാൻ നിൽക്കുന്നു. വലിയ റാങ്കൊന്നും കിട്ടാത്തതുകൊണ്ട് വീടിനടുത്തൊന്നും കിട്ടിയില്ല. അങ്ങ് കോഴിക്കോടുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് വാങ്ങി. അങ്ങനെ കോളേജിൽ തന്നെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നു. അച്ഛനും അമ്മയും അവനെ അവിടെ കൊണ്ടാക്കുന്നു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി നല്ല പ്രതീക്ഷയോടെ തന്നെ വരുൺ എഞ്ചിനീയറിംഗ് പഠിത്തം ആരംഭിച്ചു. ഏതൊരു കോളേജിലെ പോലെ ഈ കോളേജിലും റാഗിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ വരുണിന്റെ സൗന്ദര്യം കാരണം അവന് ചില സീനിയേഴ്സ് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ലാബിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, എന്നിട്ട് വരുണിന്റെ നിപ്പിൾസ് പിടിക്കുക, ചന്തിയിൽ പിടിക്കുക, ഇതൊക്കെയാണ് വരുൺ നേരിട്ട പ്രശ്നങ്ങൾ. പക്ഷെ വരുൺ ഇതൊന്നും അത്ര കാര്യമായി എടുത്തില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഇത് അറിയിച്ചതുമില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അവൻ അവിടെ തുടർന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ വന്നു. എല്ലാവരും അതിൻ്റെ തിരക്കിലായി. ആർട്സിന്റെ 2ാം ദിവസം വരുൺ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് നടന്നു പോകുമ്പോൾ കുറച്ചു സീനിയർ ചേട്ടന്മാർ അവനെ കയറി പിടിച്ചു. എന്നിട്ട് അവരുടെ ക്ലാസ്സിനടുത്തുള്ള ഒരു കെമിസ്ട്രി ലാബിൽ കയറ്റി കഥ കടച്ചു. വരുണിനോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. സീനിയേഴ്സ് എല്ലാവരും തന്നെ ഏകദേശം മദ്യപിച്ചിരുന്നു. വരുണിന് ചെറിയ രീതിയിൽ ആൺകുട്ടികളോട് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവൻ ആരുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓടാൻ നോക്കി. അവനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി അവരുടെ സിബ് അഴിച്ചു. അവർ ഓരോരുത്തരായി അവരുടെ സാധനം പുറത്തേക്കിട്ടു. എന്നിട്ട് വരുണിന്റെ മുഖം ബലം പ്രയോഗിച്ച് അവരുടെ കുണ്ണയിൽ മുട്ടിച്ചു. ആദ്യം കുറച്ച് എതിർപ്പ് കാട്ടിയെങ്കിലും പിന്നീട് വരുണിന് വഴങ്ങേണ്ടി വന്നു. വരുൺ അവരുടെ കുണ്ണകൾ ചെറുതായി ഉമ്പാൻ തുടങ്ങി. നല്ല കുണ്ണ, നല്ല മുഴുത്ത സാധനം. ബാക്കി രണ്ടും അത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു കുണ്ണ നല്ല മുഴുത്ത സാധനം, ബാക്കി രണ്ടും വലിയ വണ്ണമില്ലാത്തതും. സാവധാനം അവർ ഓരോരുത്തരുടെയും വായിലാക്കി ചപ്പാൻ തുടങ്ങി. എല്ലാവരും ഒരു രസത്തിൽ നിന്നു. അതിൻ്റെ ഇടയിൽ അവർ വരുണിന്റെ ഷർട്ട് തുറന്ന് മുലയിൽ നന്നായി പിടിച്ചു. അത് ചുവന്നു തുടങ്ങി. അതിൽ 2 കുണ്ണ കട്ടായിരുന്നു. എല്ലാവരും ആ ഒരു സുഖത്തിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് പാൽ വരാറായപ്പോൾ പെട്ടെന്നൊരു ശബ്ദം, വാട്ട്സ് ഹാപ്പനിങ് ദെയർ, ഓപ്പൺ ദ ഡോർ ഐ സേ. പാൽ തെറിച്ചു. ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജനലിൽ കൂടി ഇലക്ട്രിക്കലിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായ അശോക് സാർ കാണുന്നുണ്ടായിരുന്നു. വരുണും സീനിയേഴ്സും എല്ലാം പേടിച്ച് വിറച്ചു. സാറ് വാതിൽ തള്ളി തുറന്ന് കയറി വന്നപ്പോൾ വരുൺ എഴുന്നേറ്റു കരയാൻ തുടങ്ങി. വരുൺ സാർ, ഇവരെന്നെ കൊണ്ട്. അശോക് സാർ, മതി, ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വരുൺ മുഖം തുടയ്ക്ക്, എന്നിട്ട് ക്ലാസ്സിലേക്ക് പൊക്കോളൂ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. റാഗിംഗ് കോളേജിൽ അലൗഡ് അല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? എന്ത് മോശമായ കാര്യമാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അതുകൂടാതെ മദ്യപിച്ച് ക്ലാസ്സിൽ കയറിയിരിക്കുന്നു. ഇനി നിങ്ങളെ കോളേജിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. യു വിൽ ബി ഡിസ്മിസ്ഡ്. ടുമോറോ മീറ്റ് മീ അറ്റ് പ്രിൻസിപ്പൽസ് ഓഫീസ് വിത്ത് യുവർ പേരൻസ്. വരുൺ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് കണ്ടു എന്നും വരുണ് മനസ്സിലായി. അതോടെ വരുണ് നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവൻ കോളേജിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ട് അവൻ അച്ഛനും അമ്മയോടും പറഞ്ഞു, ഇനി തനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ ആ കോളേജിൽ നിന്ന് മാറ്റൂ. എന്താ കാരണം എന്ന് പല ആവർത്തി ചോദിച്ചിട്ടും കാരണം പറഞ്ഞില്ല. ഒടുവിൽ അവൻ്റെ അച്ഛനും അമ്മയും അവനെയും കൂട്ടി പിറ്റേ ദിവസം കോളേജിൽ പ്രിൻസിപ്പലിനെ കാണാൻ വന്നു. അങ്ങനെ റാഗിംഗ് ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നാരും വ്യക്തമായി പറഞ്ഞില്ല. പക്ഷേ ഇനി എന്തായാലും ഈ കോളേജിൽ പഠിക്കാൻ കഴിയില്ല എന്ന് വരുൺ തീരുമാനിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. ഞാനൊരു കൗൺസിലിംഗ് സെക്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റെയും ഹെഡായ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും കൂടി ആയിട്ടുള്ള ഡോക്ടർ രഞ്ജിത്ത് ഭാസ്കർ സാർ ഇപ്പോൾ നിന്നെ മീറ്റ് ചെയ്യും. നീ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കൂ, എന്നിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വരുണിന് സെഷൻ ഏർപ്പാടാക്കി. ഡോക്ടർ രഞ്ജിത്ത് സാർ അവിടെ വന്നു. സാർ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വരുൺ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ രഞ്ജിത്ത് സാർ പറയുന്ന ഒന്നും കേൾക്കാൻ വരുൺ തയ്യാറായിരുന്നില്ല. വരുൺ പറയുന്നത്, ഇതെൻ്റെ ഫസ്റ്റ് ഇയർ മാത്രമാണ്. ഇനിയുള്ള 3 വർഷവും ഞാൻ ഇവിടെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇന്നലെ നടന്ന സംഭവം എന്നെ വല്ലാതെ തളർത്തി. അതുമാത്രമല്ല, ഈ കോളേജിലെ ഏകദേശം എല്ലാ കുട്ടികളും ആ സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കിവിടെ പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
അങ്ങനെ വരുണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ അച്ഛനും അമ്മയും ഉടൻ തന്നെ വേറൊരു കോളേജിൽ, ഇതിലും കുറച്ചുകൂടി അടുത്ത് വേറൊരു കോളേജിൽ വീടിനടുത്തുനിന്ന് പോയി വരാവുന്ന രീതിയിൽ അഡ്മിഷൻ എടുക്കുന്നു. പഴയ കോളേജിൽ കൊടുത്ത ഡൊണേഷൻ ഫീസും ഒക്കെ നഷ്ടമായെങ്കിലും മകൻ്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛനും അമ്മയും അത് സമ്മതിച്ചു. അങ്ങനെ പഴയതെല്ലാം മറന്ന് വരുൺ പുതിയ കോളേജിൽ ചേർന്ന് 1 വർഷം നഷ്ടമായെങ്കിലും കൂടി അവൻ വീണ്ടും പഠിത്തം ആരംഭിച്ചു. പുതിയ കൂട്ടുകാരും പുതിയ സാറുമാരും ഓടുകൂടി അവൻ്റെ എഞ്ചിനീയറിംഗ് പഠിത്തം പുനരാരംഭിച്ചു. അങ്ങനെ വരുണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ അച്ഛനും അമ്മയും ഉടൻ തന്നെ പാലക്കാട് വീടിനടുത്ത് ഒരു പ്രൈവറ്റ് കോളേജിൽ സീറ്റ് വാങ്ങി. വീട്ടിൽ നിന്ന് പോയി വരാൻ ഇച്ചിരി ദൂരമുണ്ടെങ്കിലും ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. മകൻ്റെ സന്തോഷം മാത്രമേ അച്ഛനും അമ്മയും നോക്കിയുള്ളൂ. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ കോളേജും പുതിയ കൂട്ടുകാരുമായി വരുൺ എഞ്ചിനീയറിംഗ് പഠിത്തം വീണ്ടും ആരംഭിച്ചു. വരുൺ പഠിത്തത്തിൽ അത്ര മിടുക്കനൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലെ ഗ്രാഫിക്സ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്സ് എന്നീ വിഷയങ്ങൾ അവൻ വല്ലാണ്ട് അലട്ടിയിരുന്നു. പോരാത്തതിന് വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യവും ഉള്ളതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം നന്നായി ഉഴപ്പിയിരുന്നു. ഫുൾ ടൈം ഫോണിൽ ചാറ്റിംഗ് ആയിരുന്നു. ചാറ്റിംഗ് മാത്രമല്ല, ഗെയിമിങ്ങും. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും വരുണിൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് ക്ലാസ് മുറിയിൽ നടന്ന സംഭവം വല്ലാണ്ടൊരു വികാരമുണ്ടാക്കിയിരുന്നു. അവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിമിഷവും ഏറ്റവും കൂടുതൽ ആനന്ദിച്ച ഒരു നിമിഷവും അതായിരുന്നു. അങ്ങനെ അവന് ആ സുഖം ഒന്നും കൂടി വേണമെന്ന് തോന്നി. അവൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഐ ഡി തുടങ്ങി. ഫേക്ക് ഐ ഡിയുടെ പേര് ഡേവിഡ് ജോൺ. അങ്ങനെ അതിൽ കൂടി ഫ്രണ്ട്സ് ഉണ്ടായി. അവരുടെ ചാറ്റിംഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോയി. സീരീസ് എക്സാം ഒക്കെ വന്നു. അതിലൊക്കെ കുറഞ്ഞ മാർക്കായിരുന്നു വരുണിന് കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ അവൻ്റെ മുഴുവൻ സമയവും ഫേസ്ബുക്കിലുള്ള ചാറ്റിങ്ങിൽ ചിലവഴിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു മെസ്സേജ് ഫേസ്ബുക്ക് വഴി വരുന്നു. കാർത്തിക് എന്ന ഐ ഡിയിൽ നിന്നായിരുന്നു മെസ്സേജ്. ഹായ് ഡേവിഡ്. ഹായ് കാർത്തിക്, I am 29, from Calicut, basically from Thrissur, but now in Calicut. What about you? David, hi, I am 19. I am from Palakkad, studying here. Karthik, great. What are you looking for and your likes? David, I don't know to say all that. I am new in Facebook. I like to chat with boys, that's it. Karthik, ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നേരിൽ കാണാനൊന്നും ഇഷ്ടമല്ലേ? ഡേവിഡ്, അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാർത്തിക്, എങ്കിൽ ഇനി ചിന്തിച്ചാലോ? നമുക്കൊന്ന് കണ്ടാലോ? ഡേവിഡ്, ഒരു പിക്ക് പോലും കാണാതെ എങ്ങനെ നമ്മൾ കാണും? കാർത്തിക്, സോറിഡാ, ഞാൻ പിക്കൊന്നും ഷെയർ ചെയ്യാറില്ല. എൻ്റെ ജോലിയുടെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിക്കും കാര്യങ്ങളും ഷെയർ ചെയ്യില്ല. നിനക്കെന്നെ വിശ്വാസമാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. നമ്പർ അയക്കാം. വിശ്വാസമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. വരുണിൻ്റെ ഉള്ളിൽ ഒരു ലാവ പൊട്ടിയ പോലെ ഒരു അനുഭവം ഉണ്ടായി. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംസാരം ഒരാളുമായി ഉണ്ടാവുന്നത്. അധികമൊന്നും സംസാരിച്ചില്ല, പക്ഷെ വരുണിന് എന്തോ ഒരു വികാരം ഉള്ളിലുണ്ടായി. കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഫോണിൽ സംസാരം ആരംഭിച്ചു. എങ്കിലും അവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഷെയർ ചെയ്തിരുന്നില്ല. അതൊക്കെ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ ഒരു ശനിയാഴ്ച അവധിയുള്ള ഒരു ദിവസം അവർ കാണാൻ തീരുമാനിച്ചു. പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാർത്തിക് നാട്ടിൽ തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടയിൽ പാലക്കാട് ഇറങ്ങി കാണാം എന്നായിരുന്നു പ്ലാൻ. വരുൺ അവൻ്റെ ബൈക്ക് എടുത്ത് സ്റ്റാൻഡിലേക്ക് പോയി. സ്റ്റാൻഡിന് പുറത്ത് വെയിറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കോൾ വന്നു. കാർത്തിക്, എടാ നീ എവിടെ നിൽക്കുന്നു? ഞാൻ എത്തി. ഡേവിഡ്, ഞാൻ സ്റ്റാൻഡിൻ്റെ പുറത്തുണ്ട്, ഇപ്പോൾ അകത്തേക്ക് വരാം. കാർത്തിക്, എവിടെയാണെന്ന്? ഞാൻ ഇവിടെ ഉണ്ട്. ഡേവിഡ്, ഞാൻ എത്തി. കാർത്തിക്, ദേ തിരിഞ്ഞു നോക്ക്. തിരിഞ്ഞു നോക്കിയതും വരുൺ ഭൂമി പിളർന്ന് അതിലേക്ക് ഇറങ്ങി പോകുന്നത് പോലെ അവന് തോന്നി. അത് മറ്റാരുമല്ല, മാസങ്ങൾക്ക് മുമ്പ് കൗൺസിലിംഗ് നടത്തിയ ഡോക്ടർ രഞ്ജിത്ത് ഭാസ്കർ. അങ്ങനെ ഡേവിഡ് ജോൺ എന്ന വരുണും കാർത്തിക് എന്ന ഡോക്ടർ രഞ്ജിത്തും കണ്ടുമുട്ടി.